അടുത്തത് മ്യൂട്ടേഷനും ജനറ്റിക് കോഡും തമ്മിലുള്ള കണക്ഷൻ. സോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് വരുന്ന ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ, അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുക. സോ DNA ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡുകളിലുള്ള ആ ചേഞ്ചുകളെ, അതിൽ വേരിയേഷൻസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുക. സോ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. അതിൻ്റെ ജീനുകളിൽ, അതാണ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിക് ആസിഡുകളിൽ, അതിൻ്റെ ജീനോടൈപ്പിൽ അല്ലെങ്കിൽ ജീനുകളിൽ സഡൻ ആയിട്ട് വരുന്ന ചേഞ്ചുകൾ, അതും ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആവാം. ആ ചേഞ്ചസിനാണ് നമ്മൾ പറയുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനുകളിൽ വരുന്ന ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. സോ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ എനി ചേഞ്ച് ഇൻ സീക്വൻസസ്, എന്തെങ്കിലും ചേഞ്ചുകൾ എന്തിൽ, സീക്വൻസുകളിൽ, ഈ പറഞ്ഞ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ബേസ് സീക്വൻസുകളിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരികയാണെങ്കിൽ ദാറ്റ് ലീഡ് ടു മ്യൂട്ടേഷൻ. ഈ ബേസ് സീക്വൻസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ബേസ് സീക്വൻസുകളിൽ എന്ത് ചേഞ്ച് വരികയാണെങ്കിലും ദാറ്റ് ലീഡ് ടു മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ ഒരുപാട് കാലത്തേക്ക്, ലോങ് പീരീഡ് ഓഫ് മ്യൂട്ടേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തായി മാറും, അത് ഇവല്യൂഷനിലേക്ക് മാറും. സോ ലോങ് പീരീഡ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലീഡ് ടു ഇവല്യൂഷൻ. ഒരുപാട് കാലം സെയിം ഈ ന്യൂക്ലിയോടൈഡ് ബേസ് സീക്വൻസുകളിൽ ചേഞ്ചുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇവല്യൂഷനിലേക്ക് വഴിതെളിക്കും. ഇനി പറയുന്നത് ചേഞ്ച് ഇൻ ദ ബേസ് പെയർ ഇൻ ദ ജീൻ എക്സ്പ്രസസ് ഇൻ ദ ഫീനോടൈപ്പ്. സോ മ്യൂട്ടേഷൻ്റെ വേറൊരു പറയുകയാണ് ചേഞ്ച് ഇൻ ദ ബേസ് പെയർ, ഈ പറഞ്ഞ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറുകളിൽ ചേഞ്ച് ഇൻ എ ജീൻ, ഒരു ജീനിലെ ആ ബേസ് പെയറുകളിൽ ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ചേഞ്ച് ഇൻ ബേസ് പെയർ. എവിടെയുള്ളത്, ഒരു ജീനിലുള്ള ബേസ് പെയറുകളിലുള്ള ചേഞ്ച് വരികയാണെങ്കിൽ, മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് എക്സ്പ്രസസ്, ഒരു ജീനിലെ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പ്രസസ് ഇൻ ദ ഫീനോടൈപ്പ്. ജീനിൽ ചേഞ്ച് വന്നാൽ എവിടെ എക്സ്പ്രഷൻ വരും, അതിൻ്റെ മാറ്റം വരും. ജീനുകളിൽ ചേഞ്ച് വന്നാൽ അതിൻ്റെ ഫീനോടൈപ്പ്, എക്സ്റ്റേണലായിട്ട് കാണുന്ന ഫീച്ചറുകളിൽ വ്യത്യാസം വരും. ബൈ എങ്ങനെയാണ്, ചേഞ്ചിങ് ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ദ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം. ഒരു അമിനോ ആസിഡ് സീക്വൻസ് അല്ലെങ്കിൽ പ്രോട്ടീനിൽ ചേഞ്ച് വന്നുകൊണ്ട് അതിൻ്റെ ഫീനോടൈപ്പ് മാറുന്നു. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിക് ആസിഡുകളിൽ അല്ലെങ്കിൽ ജീനോടൈപ്പിൽ അതിൻ്റെ ബേസ് സീക്വൻസുകളിലൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ അത് അതിൻ്റെ ഫീനോടൈപ്പിൽ ആ ചേഞ്ച് കാണിക്കുന്നു. എങ്ങനെയാണ് കാണിക്കുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യണ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിൻ്റെ ചേഞ്ച് വഴി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓർഗാനിസത്തിൻ്റെ ജീനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ജീൻ തന്നെയാണ്, ജനറ്റിക് ഇൻഫർമേഷൻ തന്നെയാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. സോ ജീനിൽ ചേഞ്ച് വന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ട്രേറ്റിന് അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രേറ്റിന് വ്യത്യാസം വന്ന് വേറൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ വേറൊരു എൻസൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത് ചേഞ്ച് ഇൻ ദ ബേസ് പെയർ. ന്യൂക്ലിയോടൈഡ് ബേസുകളിൽ ചേഞ്ച് വരികയാണെങ്കിൽ ഒരു ജീനിലെ അത് എന്തിലും സംഭവിക്കും, അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫീനോടൈപ്പിൽ മാറ്റങ്ങൾ വരുന്നു ബൈ ചേഞ്ചിങ്. എങ്ങനെയാണ് ഫീനോടൈപ്പ്, എക്സ്റ്റേണൽ മോർഫോളജി അല്ലെങ്കിൽ ക്യാരക്ടറൽ ട്രേറ്റിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, ബൈ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകളെല്ലാം അമിനോ ആസിഡുകളിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് പല ടൈപ്പ് ചേഞ്ചുകൾ. അതിൽ നമ്മൾ ആദ്യം പറയുന്ന മ്യൂട്ടേഷൻ പോയിൻറ്റ് മ്യൂട്ടേഷൻ. ഇതാണ് ഫസ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് മ്യൂട്ടേഷൻ. പോയിൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ. ഒരു ജീനിലെ ഒരൊറ്റ ബേസ് പെയർ മാത്രം മാറിക്കഴിഞ്ഞാൽ വരുന്ന മ്യൂട്ടേഷനാണ് പോയിൻറ്റ് മ്യൂട്ടേഷൻ. ആ ജീനിൽ ഒരു ബേസ് മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ഇൻസേർട്ടഡ് ആയിട്ടാവാം അല്ലെങ്കിൽ ഡിലീറ്റഡ് ആവാം. ഒന്നുകിൽ ഒരു എക്സ്ട്രാ ബേസ് കയറി വരാം, അല്ലെങ്കിൽ അതിലുള്ള ബേസ് മാറിപ്പോകാം. അങ്ങനെ ഒരു ചെറിയ ചേഞ്ച്, ഒരൊറ്റ ബേസിൽ ഒരൊറ്റ ചേഞ്ച് ഇൻസെർട്ടഡ് ആയിട്ടോ ഡിലീറ്റഡ് ആയിട്ടോ ഒരൊറ്റ ചേഞ്ച് വരികയാണെങ്കിൽ അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, പോയിൻറ്റ് മ്യൂട്ടേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് സിംഗിൾ ബേസ് പെയർ ഇൻ ദ ജീൻ ഫോർ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബീറ്റാഗ്ലോബിൻ ചെയിൻ. ബീറ്റാഗ്ലോബിൻ ചെയിനിൽ ഒരൊറ്റ സിംഗിൾ ബേസിൽ ചേഞ്ച് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ചേഞ്ച് ഇൻ അമിനോ ആസിഡ്. അതിൻ്റെ അമിനോ ആസിഡിൽ ചേഞ്ച് വന്നു. എങ്ങനെയാണ് റെസിഡ്യൂവിൽ ചേഞ്ച് വന്നത്, ഗ്ലൂട്ടാമിൻ എന്തായി മാറി, ഒരൊറ്റ ബേസ് മാറിയപ്പോൾ ഗ്ലൂട്ടാമിൻ എന്തായിട്ട് മാറി, വാലിനായിട്ട് മാറി. സോ ഗ്ലൂട്ടാമിൻ വാലിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി. സോ ഗ്ലൂട്ടാമിൻ വാലിനായി മാറി. നമ്മൾ പഠിച്ചതാണ് സിക്കിൾ സെൽ അനീമിയ. നോർമൽ RBCയുടെ ഷേപ്പ് മാറി സിക്കിൾ ഷേപ്പായി മാറി. അതെങ്ങനെയാണ് വന്നത്, ഒരൊറ്റ ബേസ് പെയറിൽ
അതിൻ്റെ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഒരൊറ്റ ബേസ് മാറിയപ്പോഴാണ് എന്ത് മാറിയത്? ഗ്ലൂട്ടാമിൻ വാലിനായിട്ട് മാറിയത്. സോ അങ്ങനെയുള്ള മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഒറ്റ ബേസിൽ മാത്രം ചേഞ്ച് വന്നപ്പോൾ അതിൻ്റെ അമിനോ ആസിഡ് തന്നെ മാറി. ഗ്ലൂട്ടാമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് എന്തായി മാറി? വാലിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡായിട്ട് മാറി. അങ്ങനത്തെ മ്യൂട്ടേഷനാണ് സിക്കിൾ സെൽ അനീമിയയിൽ കാണുന്ന പോലത്തെ. അങ്ങനത്തെ ഒറ്റ ബേസിൽ മാത്രം ചേഞ്ച് വരുന്നത് കൊണ്ട് അതിൻ്റെ അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീനിൽ മാറ്റം വരുമ്പോഴുള്ള മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ.